പ്രിയപ്പെട്ടവരെ, എൻ്റെ സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളോടും കോളേജിൽ പഠിക്കുന്നവരോട് പ്രത്യേകിച്ചും എല്ലാവരോടുള്ള ചെറിയൊരു ഉണർത്തലാണിത്. സ്കൂളുകളും കോളേജുകളും അധ്യയന വർഷം അവസാനിച്ച് അതിൻ്റെ പര്യവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തോടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ആ അവസാന ദിവസം ഏറ്റവും സന്തോഷകരമായിട്ട് നമുക്ക് തീർക്കാൻ പറ്റണം. പലപ്പോഴും കണ്ടുവരുന്നത് അക്രമങ്ങളാണ്. ചങ്ങാതിമാരെ, കൂട്ടുകാരെ ആക്രമിക്കുന്നതാണ് കണ്ടുവരുന്നത്. പഠിച്ച സ്ഥാപനത്തിലെ സാധന സാമഗ്രികൾ നശിപ്പിക്കുന്നതാണ്. അതൊന്നും വേണ്ടല്ലോ. നമ്മൾ പഠിച്ച സ്ഥാപനമാണ്, നമ്മൾ പഠിച്ച കോളേജുകളാണ്, നമ്മുടെ കൂട്ടുകാരാണ്. അവരോട് എന്തിന് നമ്മൾ വൈകാരികതയ്ക്ക് അടിമപ്പെട്ട് നമ്മൾ അക്രമം ചെയ്ത് പിരിഞ്ഞു പോകണം? അത് വിവേകം ഉണരുന്ന കാലത്ത് നമുക്ക് സങ്കടങ്ങളെ നൽകും. ആ സങ്കടങ്ങൾക്കന്ന് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളാവേണ്ടത് ഉമ്മയുടെ ഇഷ്ടപ്പെട്ട മകനാവണം, മകളാവണം. ഉപ്പയുടെ ഇഷ്ടപ്പെട്ട മകനാവണം, മകളാവണം. അധ്യാപികയുടെ ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥിനിയാവണം. നല്ലതുപോലെ അക്രമം ചെയ്യണമെന്ന് വല്ലാതെ അങ്ങോട്ട് ആവേശം കൊള്ളുമ്പോൾ ചുറ്റുവട്ടത്തേക്കൊക്കെ ഒന്ന് നോക്കിയാൽ മതി. നമ്മളൊക്കെ സുഖലോലുപതയിലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത്. ഉമ്മയില്ലാത്തവരുണ്ട് ലോകത്ത്, ഉപ്പയില്ലാത്തവരുണ്ട്. പഠിക്കാനുള്ള ഒരു സാധ്യതകളും തെളിഞ്ഞു വരാത്ത എത്രയോ പേരുണ്ട്. ഒന്ന് ചുറ്റുവട്ടത്തേക്ക് നോക്കുക. കുറച്ചകലേക്കൂടി നോക്കിയാൽ ഫലസ്തീനികൾ ഓർക്കുക. ഭക്ഷണമില്ലാതെ വെറും അക്രമങ്ങൾ മാത്രം കണ്ടും കേട്ടും ജീവിക്കുന്നവർ, പട്ടിണിയും പെരുവട്ടവും മാത്രം അവർക്കുള്ളത്. നമ്മളെത്രയോ അനുഗ്രഹത്തിൻ്റെ പുറത്താണ്. അതുകൊണ്ട് നല്ല കുട്ടികളായിട്ട്, നല്ല വിദ്യാർത്ഥിനിയായിട്ട് സ്കൂളിൽ നിന്ന്, കോളേജുകളിൽ നിന്ന് പടിയിറങ്ങുക. നല്ല ഓർമ്മകൾ മാത്രം ബാക്കി വെക്കുക. നോവുന്ന ഓർമ്മകൾ ബാക്കി വെച്ചാൽ അത് പിന്നീട് സങ്കടങ്ങളെ ഉണ്ടാക്കും. നമ്മളായിട്ട് ഒരാളെയും ബുദ്ധിമുട്ടിക്കരുത്. ബുദ്ധിമുട്ടിച്ചാൽ ഒരാവേശത്തിൻ്റെ പുറത്ത് നമ്മളുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുടനീളം സങ്കടങ്ങളും കണ്ണീരുമായിട്ട് പോകേണ്ടി വരും എന്നുള്ള ഓർമ്മ നമ്മളെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തണം. അതുകൊണ്ട് സ്നേഹത്തോടെ പറയാനുള്ളത് ഒറ്റ വാക്ക് ഇത്രമാത്രമാണ്: നല്ല വിദ്യാർത്ഥിയായി, നല്ല വിദ്യാർത്ഥിനിയായി സന്തോഷത്തോടു കൂടി സ്കൂളുകളിൽ നിന്ന് പടിയിറങ്ങാൻ കഴിയട്ടെ.